ഇതുപോലെ ഒരു വാച്ച് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. എന്റെ വാച്ച് വർക്ക് ആകുന്നില്ല. എങ്ങനെയെങ്കിലും ഒരെണ്ണം വാങ്ങണം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോയ്സിന്റെ കളർഫിറ്റ് ക്യൂബ് 2 എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ് വരുന്നത്. വാച്ചിൻ്റെ ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ക്യൂബ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ അടുത്ത വശത്തായിട്ട് നമുക്ക് വിരാട് കോഹ്ലിയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തായിട്ട് നമുക്ക് നോയ്സ് ഫിറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെയും പിന്നെ അതേപോലെ നമ്മുടെ റോസ് പിങ്ക് കളറാണ് നമ്മുടെ വാച്ചിൻ്റെ കളർ വരുന്നത്. കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത വശത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് AI വോയിസ് അസിസ്റ്റൻറ്റിൻ്റെയും അതേപോലെ ബാറ്ററി 7 days ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ ആക്സസ് ഡയൽ പാഡ് ഉണ്ട്, 24/7 ഹാർട്ട് റേറ്റ് മോണിറ്റർ, വെതർ അപ്ഡേറ്റ്സ്, അതേപോലെ 100+ സ്പോർട്സ് മോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ IP67 വാട്ടർ റെസിസ്റ്റൻറ്റും അതേപോലെ സ്ലീപ്പ് ട്രാക്കറും ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാച്ച് കാണാവുന്നതാണ്. വാച്ച് നമുക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ട് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വാച്ചിനോടൊപ്പം ഒരു ചാർജിങ് കേബിളും നോയ്സിൻ്റെ ഒരു സ്റ്റിക്കറും അതേപോലെ ഒരു വാറണ്ടി കാർഡും പിന്നെ ഒരു യൂസർ മാനുവലുമാണ് കിട്ടുന്നത്. നമുക്ക് വാച്ചിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 1.98 TFT ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ ബോഡി പോളി കാർബണേറ്റിൻ്റെ ആണ് വരുന്നത്. 22 mm ഒരു റിമൂവബിൾ സ്ട്രാപ്പോട് കൂടിയാണ് നമ്മുടെ വാച്ച് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ വാച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ലിമ്മാണ്, ഒരു ലൈറ്റ് വെയ്റ്റും അതേപോലെ സ്ലിം വാച്ചുമാണ്. വാച്ചിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു ക്രൗൺ ബട്ടണും അതിനോടൊപ്പം ഒരു മൈക്കും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറുവശത്തായിട്ട് നമുക്കൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോയ്സിൻ്റെ ഒരു ലോഗോ കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വാച്ച് ഫേസ് വരുന്നത്. നമുക്കൊരു ഏകദേശം ഒരു 220+ വാച്ച് ഫേസസ് ഇതിൻ്റെ അകത്ത് നമുക്ക് ആപ്ലിക്കേഷനോടൊപ്പം വരുന്നതാണ്. നമുക്ക് ലെഫ്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റെപ്പ് കൗണ്ടിങ് അതേപോലെ സ്ലീപ്പ് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. പ്രത്യേകിച്ച് വായുവിൻ്റെ ഒന്നും ട്രാക്ക് ചെയ്യാറില്ല. കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ വെയർ ചെയ്താലേ കിട്ടത്തുള്ളൂ. റൈറ്റിലോട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ മെനൂസ് വരുന്നതാണ്. അതേപോലെ മേളിലോട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ക്വിക്ക് പാനൽ വരുന്നുണ്ട്. അതേപോലെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ പാനലും വരുന്നതാണ്. അപ്പോൾ നമുക്ക് മെയിൻ മെനുവിൽ നമുക്ക് നോയ്സ് ഹെൽത്തിൻ്റെ അകത്ത് നമുക്ക് ആക്ടിവിറ്റിക്ക് ഹാർട്ട് റേറ്റ് അതേപോലെ ആക്ടിവിറ്റിക്കകത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് കൗണ്ടിങ് കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ സ്ലീപ്പ്, ഓക്സിജൻ ഇതൊക്കെയാണ് വരുന്നത്. സ്പോർട്ടിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു 220+ സ്പോർട്സ് മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ മെസ്സേജ്, പിന്നെ നോയ്സ് ബസ് എന്ന് പറഞ്ഞാണ് ഇതിൽ നമുക്ക് കോൾസും കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് കോൾ ചെയ്യാവുന്നതാണ്. കോൺടാക്ട്സ് ഉണ്ട്. പിന്നെ അതേപോലെ വെതർ അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ വാച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെതർ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു ബ്രീത്തിങ് ഒരു എക്സസൈസ് ചെയ്യാനും പിന്നെ അതോടൊപ്പം നമുക്കൊരു ക്യാമറ ഷട്ടർ ബട്ടണായിട്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. അതുകൂടാതെ നമുക്കിവിടെ ഒരു AI വോയിസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ അഥവാ സിറിയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഫോൺ വഴി നമുക്ക് കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് വാച്ച് കണക്ട് ചെയ്യണം. പിന്നെ അതേപോലെ ഒരു ഗെയിംസ് വരുന്നുണ്ട്. ഗെയിംസ് നമുക്കൊരു 2 ഗെയിംസാണ് വരുന്നത്. ഒരു ഫ്ലോപ്പി ബേർഡ്, കോമൺ ആയിട്ട് എല്ലാ വാച്ചസിലൊക്കെ കാണുന്ന ഒരു ഗെയിമാണ് ഈ വരുന്നത്. പിന്നെ അതുകൂടാതെ ഒരു ഹാംസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഗെയിം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ സമയത്തൊക്കെ ജസ്റ്റ് ഗെയിമൊക്കെ ഒന്ന് കളിക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇതിൽ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നേക്കുന്ന സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൻ്റെ അകത്ത് വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൽ ഇൻബിൽഡായിട്ടൊരു 3 എണ്ണ വന്നേക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഒരു 220+ വാച്ച് ഫേസ് നമുക്ക് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാം കാണുന്നതിലും ആപ്ലിക്കേഷൻ്റെ ഒരു നമുക്കൊരു QR കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള. പിന്നെ അതുകൂടാതെ നമുക്ക് ഫൈൻ ഫോണ്, റീസ്റ്റാർട്ട് എല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ സെറ്റിങ്സ് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് എല്ലാ കോമൺ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളായിട്ടൊന്നും ഈ വാച്ചിൽ കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഒരു വാച്ച് ഫേസ്. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്കൊരു 4 വാച്ച് ഫേസസോളം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 220 വാച്ച് ഫേസസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്.
വാച്ചിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് സെൻസറും കാര്യങ്ങളും അതേപോലെ നോയ്സിൻ്റെ ബ്രാൻഡിങ്ങും കാണാവുന്നതാണ്. പിന്നെ നമ്മുടെ വാച്ച് IP67 വാട്ടർ റെസിസ്റ്റൻസും ആണ്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു കർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഡാമേജൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രത്യേകിച്ചൊരു എടുത്തു പറയേണ്ട ഒരു ഡിസൈനും കാര്യങ്ങളും അല്ല. ഒരു നോയ്സ് അത്ര വലിയ കാര്യമായിട്ട് ഡിസൈനിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബാറ്ററിയെ പറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 days ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നമ്മൾ കോളിംഗ് ഫീച്ചർ അതൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 2-3 days ഒക്കെ മാക്സിമം നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നോയ്സ് ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. നല്ല ഒരു യൂസർ ഇൻ്റർഫറൻസ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നമുക്ക് ഇവിടെ താഴെയായിട്ട് നമുക്ക് ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, അതേപോലെ ബ്ലഡ് ഓക്സിജൻ ഇതൊക്കെ റെക്കോർഡ് അയക്കുന്നത് കാണാവുന്നതാണ്. ഇപ്പം ഞാൻ താഴെ റീസെൻറ്റ് വർക്ക്സ് ഒക്കെ ചെയ്തേക്കുന്നത് റെക്കോർഡായി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നീട് നമുക്കിവിടെ ഹെൽത്ത് മോണിറ്ററിലാണെങ്കിൽ SpO2 മെഷർമെൻറ്റും അതേപോലെ വാക്ക് റിമൈൻഡറൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ നോർമൽ ക്യാമറ ഷട്ടർ, വെതർ സെറ്റിംഗ് ഇതൊക്കെയാണ്. അതേപോലെ 200 വാച്ച് ഫേസസും. വാച്ചിൻ്റെ വേക്കപ്പ് ഗസ്റ്ററൊക്കെ ഒരു നല്ലൊരു റെസ്പോൺസാണ് തരുന്നത്. അതേകൂടാതെ നല്ലൊരു ഫിറ്റിങ്ങുമാണ്. കാരണം എൻ്റെ റിസ്റ്റൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമാണ്, എന്നാലും തന്നെ നല്ലൊരു ഫിറ്റിംഗ് ആണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ വാച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 1600 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. 1600 രൂപയ്ക്ക് നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നോർമൽ നമ്മൾ സ്മാർട്ട് വാച്ചസിലൊക്കെ കാണുന്ന ഫീച്ചേഴ്സേ ഉള്ളൂ. പിന്നെ ഒരു ലൈറ്റ് വെയിറ്റും അതേപോലെ തന്നെ ഒരു വലിയ ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വാച്ച് നോക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ വാച്ചിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ലിങ്കിൽ കൂടെ കയറി പർച്ചേസ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വരെ ഇറ്റ്സ് മീ ആദിത്യ സൈനിങ് ഓഫ്.